ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്രാവശ്യം നമ്മളൊരു ചേഞ്ചിന് ആദ്യം തന്നെ ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിലായിരുന്നു ചെയ്തത്. പക്ഷെ എന്തായാലും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ടോപ്പ് 14 ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ ആയിട്ടാണ്. അതിൽ തന്നെ 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും ഒക്കെ അത് ജീപ്പാണ്, ഓർ എപ്പോഴും അത് ജീപ്പ് തന്നെയാണ്. കഴിഞ്ഞ മാസം 300 വാഹനങ്ങളുടെ സെയിലാണ് ജീപ്പിന് ലഭിച്ചത്. നമ്മളിതിനെ മന്ത് ഓൺ മന്ത് ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 2025 210 വാഹനങ്ങളുടെ സെയിലായിരുന്നു ജീപ്പിന് ടോട്ടൽ കിട്ടിയത്. കമ്പാരിറ്റീവ്ലി 90 വാഹനങ്ങളുടെ വ്യത്യാസവും 42.86% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്ത് വരുമ്പോൾ ഈ ലിസ്റ്റിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കിട്ടിയ കമ്പനിയും ഇത് തന്നെയാണ് എന്ന് പറയാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 300 വണ്ടികളുടെ സെയിൽ അത്ര ഇമ്പ്രസീവ് അല്ല. 210 വാഹനങ്ങളുടെ സെയിലും തീരെ ഇമ്പ്രസീവ് അല്ല. അതുകൊണ്ട് കുറച്ചും കൂടെ സെയിൽ കൂട്ടിപ്പിടിച്ചാൽ ഇവർക്ക് ഇനി എന്തെങ്കിലും രക്ഷയുള്ളൂ. പക്ഷേ അതിനെ ഒരു വണ്ടികൾ ഇറക്കണം, അതും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ചെയ്യാത്ത സ്ഥിതിക്ക് ഇവർക്ക് ഇനി ഈ റേഞ്ചിലൊക്കെ തന്നെ സെയിൽസ് കിട്ടുന്നുണ്ടാവുള്ളൂ. ഇനി അടുത്തത് അഗെയിൻ എപ്പോഴും 13th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സെട്രാൻ ആണ്. സ്റ്റെലാനിസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന അടുത്ത കമ്പനി. 734 വാഹനങ്ങൾ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി കൂടി, മിക്കവാറും ബസാൾട്ട് എക്സും C3 എക്സും ഒക്കെ ഇറക്കിയതിൻ്റെ റിസൾട്ട് ആയിരിക്കാം. കാരണം ഓഗസ്റ്റ് മാസത്തിൽ ജസ്റ്റ് 403 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 331 വാഹനങ്ങളുടെ വ്യത്യാസവും 82.13% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന കമ്പനി സെട്രാൻ തന്നെയാണ്. ഇവരിപ്പം എക്സ് എന്ന് പറഞ്ഞ സീരീസിൽ ഇറക്കിയിരിക്കുന്ന വണ്ടികളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കുറവുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഇപ്പോഴും വേണ്ട ഒരു റീച്ചിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ കണ്ണിൽ നമ്മുടെ C3 എയർക്രോസ് ഒക്കെ ഈസി ആയിട്ട് 2000 to 3000 ഒക്കെ മന്ത്ലി സെയിൽസ് ഡിസേർവ് ചെയ്യുന്നതാണ്. ബസാൾട്ട് ഏകദേശം അത്രയും തന്നെ ഡിസേർവ് ചെയ്യുന്നതാണ്. ഈവൻ C3 ആണെങ്കിൽ പോലും അത്രയും തന്നെ ഡിസേർവ് ചെയ്യുന്നതാണ്. പക്ഷേ അത്രയൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രം. ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാനാണ്. ഈ നിസാനും സെട്രാനും ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. പക്ഷേ മിക്കവാറൊക്കെ സെട്രാൻ ആയിരിക്കും 13th, 12th നിസാനും ആയിരിക്കും. 1652 വാഹനങ്ങളുടെ സെയിലാണ് നിസാന് കഴിഞ്ഞ മാസം കിട്ടിയത്. 1384 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ കിട്ടിയത്. 268 വാഹനങ്ങളുടെ വ്യത്യാസവും 19.36% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അതങ്ങനെ പ്രത്യേകിച്ച് വേറെ വണ്ടി ഇറക്കിയതുകൊണ്ട് വന്നൊന്നുമല്ല, അവരങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ആകെപ്പാടെ നമ്മുടെ പുതിയ വണ്ടിയുടെ പേര് അവർ പറഞ്ഞായിരുന്നു, നിസാൻ ടെക്ടോൺ എന്ന് പറഞ്ഞ വാഹനം. അത് ഈ വർഷം അടുത്ത വർഷം സെക്കൻഡ് ക്വാർട്ടറിൽ ലോഞ്ച് ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ലോഞ്ച് കഴിഞ്ഞാൽ നിസാനിന് സെയിലൊക്കെ കൂടുകയുള്ളൂ. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ്വാഗൻ ആണ്. കഴിഞ്ഞ മാസം 2780 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 2719 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. വളരെ മിനിമൽ വ്യത്യാസമുള്ളൂ. വെറും 61 വാഹനങ്ങളുടെ വ്യത്യാസവും 2.24% ഗ്രോത്ത് റേറ്റും. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ഇതാണ്. ഇത് തന്നെ രണ്ടാമതാണെങ്കിൽ ഏതായിരിക്കും ആദ്യത്തെ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഏകദേശം ഇത്രയൊക്കെ തന്നെ നിൽക്കുന്ന വേറെ കമ്പനികളുണ്ട്. ഇനി വളരെ അപ്രതീക്ഷിതമായി മുന്നിൽ കയറിയിരിക്കുന്ന ഒരു കമ്പനിയാണ് 10th പൊസിഷനിൽ നിൽക്കുന്ന റെനോ. കാരണം മിക്ക മാസങ്ങളിലും ഇപ്പോൾ ഫോക്സ്വാഗൻ ആണ് റെനോ ഓവർടേക്ക് ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ മാസം ഒരു വ്യത്യാസം വന്നു. 4265 വാഹനങ്ങളുടെ സെയിൽ റെനോയ്ക്ക് കിട്ടി. ഓഗസ്റ്റ് മാസത്തിൽ ജസ്റ്റ് 3015 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 1250 വാഹനങ്ങളുടെ വ്യത്യാസവും 41.46% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഇനിയിപ്പം പുതിയ ടെസ്റ്ററൊക്കെ വരുമ്പോഴേക്കും എന്തായാലും സെയിൽ കൂടും. അതല്ലാതെ ക്വിഡിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ലൈനപ്പ് ഇനി റെനോയ്ക്കും വരാനുണ്ടെന്ന് പറയും. അവർ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തു, അതുപോലെ കൈഗറും അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ടും കൂടി ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്നത് ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 5305 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഫൈനലി ഹോണ്ടയ്ക്ക് കുറേ കാലത്തിന് ശേഷം സെയിൽ കൂടി. ഓഗസ്റ്റ് മാസത്തിൽ ജസ്റ്റ് 3850 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1455 വാഹനങ്ങളുടെ വ്യത്യാസവും 37.79% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ഇവരിപ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. പുതിയ ജനറേഷൻ അമേസ് ഇറക്കി, 2 വർഷം മുന്നേ എലവേറ്റ് ഇറക്കി, അതിന് മുന്നേ സിറ്റി ഇറക്കി. ഇനിയിപ്പോൾ 2027 ഹോണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ വാഹനങ്ങൾ വരുള്ളൂ. ഇൻ്റർനാഷണലി ഇപ്പോൾ ജപ്പാനൊരു ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറേ വണ്ടികൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ഒന്നും ഇല്ല. ഏതായാലും നമ്മുടെ അടുത്ത കമ്പനി 8th പൊസിഷനിൽ നിൽക്കുന്ന സ്കോഡയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 6636 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ ഇത്തിരി കുറവായിരുന്നു, 4971 വാഹനങ്ങളിൽ. 1665 വാഹനങ്ങളുടെ വ്യത്യാസവും 33.49% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ അത്യാവശ്യം ഇമ്പ്രസീവ് ആണ്. ആൻഡ് ഇതിനകത്ത് മേജർ കോൺട്രിബ്യൂഷനും നമുക്കൊക്കെ അറിയാം കൈലാക്ക് തന്നെയാണ്. കുഷാക്ക് ഇപ്പോൾ ഇത്തിരി ഔട്ടായിട്ട് നിൽക്കുകയാണ് സെയിൽസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇനിയിപ്പോൾ സ്ലാവിയുടെയും കുഷാക്കിൻ്റെയും ഫേസ് ലിഫ്റ്റ് വരുന്നതോടുകൂടി വീണ്ടും ആ 2 വാഹനങ്ങളും സെയിൽ അത്യാവശ്യം കയറ്റിപ്പിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മന്ത്ലി ആവറേജ് 2000-നടുത്തൊക്കെ വെച്ച് ഓരോ വാഹനത്തിനും. കൈലാക്ക് അപ്പോഴും ഒരു 4000-നടുത്തൊക്കെ കിട്ടുമെങ്കിൽ മൊത്തത്തിൽ 8000-നടുത്ത് വരെ സ്കോഡയ്ക്ക് ടോട്ടൽ സെയിൽ പിടിക്കാം.
ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എം ജി ആണ്. ഒരു കാലത്ത് ചൈനീസ് എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരുന്ന കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ 7th പൊസിഷനിൽ നിൽക്കുന്നത്. അതും നമ്മുടെ ഹോണ്ട, റെനോ, ഫോക്സ്വാഗൻ, നിസാൻ അങ്ങനെ വലിയ കുറേ കമ്പനികളൊക്കെ ഓവർടേക്ക് ചെയ്ത്. ഇവർക്ക് കഴിഞ്ഞ മാസം 6728 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റിൽ 6578 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 150 വാഹനങ്ങളുടെ വ്യത്യാസവും 2.28% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളൂ. വളരെ മിനിമൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഫോക്സ്വാഗൻ കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് മുകളിൽ ഗ്രോത്ത്, അതായത് മൂന്നാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി എം ജി ആണ്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഇനിയും ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവരുടെ വരാനുണ്ട്. അതുകൊണ്ട് ഇനിയും സെയിൽ എന്തായാലും കൂടും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. കിയയ്ക്ക് 22,700 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഓഗസ്റ്റിൽ 19,608 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 3,992 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 15.77% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. കിയയ്ക്ക് പൊതുവെ എപ്പോഴും ഒരു 19 or 20,000 to 25,000 ഇടയിൽ വരെ വന്നിട്ടുണ്ട് സെയിൽസ്. കഴിഞ്ഞ ദിവസം 22 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇനി അടുത്തതായി നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 27,089 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റിൽ അത്യാവശ്യം നല്ല ഹൈ സെയിലായിരുന്നു. 29,302 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. ഈ 2,213 വാഹനങ്ങളുടെ സെയിലാണ് വ്യത്യാസത്തിൽ വന്നിരിക്കുന്നത്. ആൻഡ് 7.55% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഡീ ഗ്രോത്ത് റേറ്റ്. ആകപ്പാട് ഈ ലിസ്റ്റിൽ ഡീ ഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു കമ്പനി ഉള്ളത് അത് ടൊയോട്ടയാണ്. ഈ ബാക്കി കമ്പനികളിലെല്ലാം ഗ്രോത്ത് വരാനുള്ള ഒരു മെയിൻ റീസൺ നമ്മുടെ GST കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം എല്ലാത്തിനും വണ്ടികളുടെയൊക്കെ വില കുറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഇവർക്ക് അത്യാവശ്യം സെയിലൊക്കെ കൂടിയിട്ടുണ്ട്. 51,547 വാഹനങ്ങളുടെ സെയിലുണ്ട്. ഓഗസ്റ്റിലാകെ 44,001 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 7,546 വാഹനങ്ങളുടെ സെയിലും വ്യത്യാസവും അതുപോലെ 17.15% ഗ്രോത്ത് റേറ്റും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് മുകളിലുള്ള ബാക്കി കമ്പനികളുടെ സെയിൽ കുറച്ചധികം മുകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി 4th പൊസിഷനിലായി പോയി. സാധാരണ 2nd അല്ലെങ്കിൽ 3rd പൊസിഷനിൽ വരാറുള്ളതാണ്. കഴിഞ്ഞ മാസം കുറച്ചധികം താഴത്തേക്ക് വന്നിട്ടാണ് 4th പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ മഹീന്ദ്ര, ടാറ്റ 2 കമ്പനികളും കഴിഞ്ഞ മാസം നന്നായിട്ട് കയറി കൊളുത്തിയിട്ടുണ്ട്. അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്ര ആണ്. അതും 56,233 വാഹനങ്ങളുടെ സെയിലും മഹീന്ദ്രയുടെ ഏറ്റവും ഹയസ്റ്റ് സെയിലിൻ്റെ ആണ്. ആൻഡ് 2025 ഓഗസ്റ്റിൽ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 39,399 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 16,834 വാഹനങ്ങളുടെ വ്യത്യാസവും 42.73% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് ടെക്നിക്കലി ജീപ്പിൻ്റെ തൊട്ട് താഴത്തായിട്ട് നിൽക്കും. വലിയ വ്യത്യാസമില്ല. 42.86 ആയിരുന്നു ജീപ്പിന്, മഹീന്ദ്രയ്ക്ക് 42.73 ആണ്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. തീർച്ചയായും ടാറ്റ തന്നെയാണ്. ഇവരുടെ സെയിലും ഏറ്റവും ഹയസ്റ്റിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. 59,667 വാഹനങ്ങളുടെ. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഓഗസ്റ്റിൽ ജസ്റ്റ് 41,001 വാഹനങ്ങളുടെ സെയിൽ ടാറ്റയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. അതായത് 18,666 വാഹനങ്ങളുടെ വ്യത്യാസവും 45.53% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് ടാറ്റ. എന്തായാലും അടിപൊളിയാണ് ടാറ്റയുടെ സെയിൽ. ഇനിയും ഇതുപോലെ തന്നെ കൂടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിയാറയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും സെയിൽ കൂടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാരുതി സുസുക്കിയാണ്. കഴിഞ്ഞ മാസം 1,32,821 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 1,31,278 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. വെറും 1,543 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ട് പോലും. അതുപോലെ തന്നെ 1.18% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ഇതാണ്. ആൻഡ് ഏറ്റവും ഹൈ വോളിയം സെയിൽസിൽ വണ്ടികൾ വിൽക്കുന്ന കമ്പനി ഇതാണ്. ഇങ്ങനെ ഇത്രയും വണ്ടികൾ വിറ്റുകൊണ്ട് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വണ്ടി വിൽക്കുക എന്നുള്ളത് എല്ലാവരും മാരുതി സുസുക്കിയെ കണ്ട് പഠിക്കേണ്ടി വരും. ഏതായാലും കഴിച്ച് ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.